നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഏർലിംഗ് ഹാലൻഡും കെവിൻ ഡിബ്രൂയിനെയും കൂടി ചേർന്ന പിന്നെ ഏതൊരു ഡിഫൻസിനെയും അവർ അനായാസം കീറി മുറിക്കും. ഒരുപക്ഷെ ഫുട്ബോൾ ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും ഡിസ്ട്രക്റ്റീവ് പവറുള്ള ഡിയോ ഇതാണെന്ന് പറയേണ്ടി വരും. KDB പ്ലസ് ഏർലിംഗ് ഹാലൻഡ് ഏതൊരു ഡിഫൻസിൻ്റെയും നൈറ്റ്മെയറാണ് ഈ സഖ്യം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ ഇപ്പോൾ ലൂട്ടൺ ടൗണിനെതിരെ FA കപ്പിൽ ഹാലൻഡ് 5 ഗോളുകൾ നേടി. അതിൽ 5-ൽ 4 അസിസ്റ്റ് കൊടുത്തത് KDB ആണ്. KDBയും ഹാലൻഡും ഇവ പരിക്കിൽ നിന്ന് തിരികെ വരികയാണ്. KDBയുടേത് നീണ്ട കാലത്തെ പരിക്കായിരുന്നു. ഹാലൻഡ് 2 മാസക്കാലമൊക്കെ പുറത്തിരുന്നതിന് ശേഷം തിരികെ വന്നുകൊണ്ടാണ് ഈ ഒരു ഫോമിലേക്ക് എത്തുന്നത്. കുറച്ച് കളികളായി രണ്ടുപേരും. അപ്പോൾ അതായത് ജനുവരി മധ്യത്തോടു കൂടിയൊക്കെയാണ് KDBയുടെ ഒരു മടങ്ങിവരവ് നമ്മൾ കാണുന്നത്. ഹാലൻഡും കളി ഇപ്പോൾ പുനരാരംഭിച്ചിട്ട് കുറച്ച് കളികളായി. പക്ഷേ വളരെയധികം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്ന് പെപ്പ് തന്നെ പറഞ്ഞിരുന്നു. കാരണം 2 മാസക്കാലം പുറത്ത്, പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് മദർ മരണപ്പെട്ടു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളത് കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും ഈ 2 പേരും ചേരുമ്പോൾ ഏതൊരു ഡിഫൻസും തകർന്ന് തരിപ്പണമാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഈ സീസണിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ കുറിച്ച താരം ആരാ? അത് KDB ആണ്. നീണ്ടകാലം പുറത്തിരുന്നിട്ട് ആകെ 12 കളികളാണ് അദ്ദേഹം ഈ സീസണിൽ കളിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് എല്ലാ കോമ്പറ്റീഷനുകളിലും കൂടി ഏറ്റവും അധികം അസിസ്റ്റുകൾ നേടിയ താരമായിട്ട് അദ്ദേഹം മാറുന്നു. 11 അസിസ്റ്റുകൾ ഇപ്പോൾ അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു കണക്ക് കൂടി നോക്കുക. ഡിസ്പൈറ്റ് പ്ലേയിങ് ജസ്റ്റ് 12 games, only 4 players from Europe's Big 5 leagues have provided more assists than KDB across all competitions this season. വെറും 12 കളികൾ കളിച്ച KDBയേക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിൽ കളിക്കുന്ന താരങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 പേര് മാത്രമാണ്. അതായത് ഇപ്പോഴും ടോപ്പ് 5-ല് അസിസ്റ്റിന്റെ കാര്യത്തിൽ KDB നിൽക്കുന്നു ഈ സീസണിൽ വെറും 12 കളികൾ കളിച്ചുകൊണ്ട്. ഇനി ഹാലൻഡിന്റെ ഗോളടിയുടെ കണക്കുകൾ വീണ്ടും പറയേണ്ടതില്ലല്ലോ. 79 ഗോളുകളായി. 83 അപ്പിയറൻസുകൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നടത്തിയിട്ട് 79 ഗോളുകളായി അദ്ദേഹം ഇപ്പോൾ സ്കോർ ചെയ്യുന്നു. എല്ലാ കോമ്പറ്റീഷനുകളുടെയുമായുള്ള കണക്കാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഡെബ്യൂ ചെയ്യുന്നത് ജൂലൈ 2022-ലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഗോളിന്റെ കണക്കെടുത്താൽ ഒന്നാമത് ഈ കാലയളവിൽ നേടിയത് ഏർലിംഗ് ഹാലൻഡ് തന്നെയാണ്. രണ്ടാമതുള്ള താരം, പ്രീമിയർ ലീഗിൽ രണ്ടാമതുള്ള താരം എല്ലാ കോമ്പറ്റീഷനുകളുടെയും കണക്കിൽ നോക്കുമ്പോൾ ഏർലിംഗ് ഹാലൻഡിനേക്കാൾ 30 ഗോളുകൾ കുറച്ചാണ് അടിച്ചിരിക്കുന്നത്. മറ്റാരുമല്ലേ, അത് മുഹമ്മദ് സലയാണ്. 49 ഗോളുകൾ. അപ്പം വളരെ കൃത്യമായിട്ട് ഏർലിംഗ് ഹാലൻഡ് വിസ്മയിപ്പിക്കുകയാണ്. KDBയും ഏർലിംഗ് ഹാലൻഡും ചേർന്നാൽ എതിരാളികൾക്ക് പിന്നെ തടയാൻ കഴിയില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.